നമസ്കാരം. കേരള മനസ്സാക്ഷിയെ നടുക്കിയ ഒരു ദാരുണ സംഭവം. ആത്മഹത്യയെന്ന് ആദ്യ കാഴ്ചയിൽ തോന്നിയ ഒരു മരണം. പക്ഷേ അത് ആത്മഹത്യ തന്നെയാണോ, കൊലപാതകമാണോ എന്ന് പിന്നീട് തിരിച്ചറിയപ്പെടുന്നു മനസ്സാക്ഷി ഉള്ളവർ. നിതിൻ രാജിന്റെ വിയോഗം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് നമ്മുടെ സമൂഹത്തിന് നേരെ ഉയരുന്ന ചില ഗൗരവമേറിയ ചോദ്യചിഹ്നമാണ്. എവിടെയാണ് നമ്മുടെ കൗമാരത്തിന് ചുവട് പിഴയ്ക്കുന്നത്? നിസാരമായ സാമ്പത്തിക പ്രലോഭനങ്ങളിൽ തുടങ്ങി ലോൺ ആപ്പുകളുടെ ചതിക്കുഴികളിൽ അവർ വീണു പോകുന്നത് എന്തുകൊണ്ടാണ്? പ്രതിസന്ധികളെ അതിജീവിക്കാൻ കരുത്തില്ലാത്ത ഒരു തലമുറയാണോ ഇവിടെ വളരുന്നത്? അതിനുപരി വിദ്യ പകർന്നു നൽകുന്ന ഗുരുവും അത് സ്വീകരിക്കുന്ന ശിഷ്യനും തമ്മിലുള്ള പവിത്രമായ ബന്ധത്തിൽ എപ്പോഴാണ് ഇത്ര വലിയ വിള്ളലുകൾ വീണത്? വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും നിറത്തിന്റെയും പേരിൽ കൗമാര മനസ്സുകളിലേക്ക് ഇരുണ്ട ഗർത്തങ്ങൾ സമ്മാനിക്കുന്നവർ ഗുരുക്കന്മാരാണോ? മാതാപിതാ ഗുരു ദൈവം എന്ന ഭാരത സംസ്കാരത്തിന് എവിടെ മുതലാണ് പിഴവുകൾ സംഭവിച്ചത്? വെറുതെ ചർച്ച ചെയ്ത് പോകേണ്ടതല്ല ഇതൊന്നും. ചില ഓർമ്മപ്പെടുത്തലുകളാണ്, തിരിഞ്ഞു നോട്ടവുമാണ്. പടിക്ക് പുറത്ത് നിർത്തേണ്ടത് പലതും തോളിൽ ചുമക്കുമ്പോൾ ഞെട്ടറ്റ് വീഴുന്നത് ഭാവി തലമുറയുടെ പുതിയ പുഷ്പങ്ങളാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വൈകുന്നേരം ചർച്ചയിലേക്ക് സ്വാഗതം. എന്നോടൊപ്പം ചർച്ചയിൽ ദളിത് കോൺഗ്രസിൽ നിന്നും അനിൽ കരിയാട്, KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ റോണിയ റോയ് എന്നിവരാണ്. ഞാനത് തന്നെ മുഹമ്മദ് ഷമാസിലേക്കാണ് വരുന്നത്. ക്യാമ്പസുകളിൽ സമരവും പ്രതിഷേധവും എല്ലാം ഇപ്പോൾ ഇങ്ങനെ ശക്തമാവുകയാണ്. നിതിൻ രാജിന്റെ വിയോഗം തെല്ലൊന്നുമല്ല മനസ്സിനെ മുറിവേൽപ്പിച്ചതും. ഉത്തരവാദികളെ പിടികൂടാനാവാതെ പോലീസും ഇപ്പോൾ ഇങ്ങനെ വട്ടം കറങ്ങുകയാണ്. ഇതൊരു ആത്മഹത്യയല്ല, കൊലപാതകം തന്നെ എന്ന് KSU പറയുന്നു. എന്തുകൊണ്ടാണ്? റോജി, ഇവിടെ വളരെ കൃത്യമായി തന്നെ ഈ വിഷയം പുറത്തു വന്ന ഘട്ടത്തിൽ നമുക്കറിയാം, നിതിൻ രാജിന്റെ മരണം എന്നുള്ളത് കേവലം ഒരു മരണത്തിനപ്പുറത്തേക്ക് വ്യത്യസ്ത മാനങ്ങളുള്ള ഒരു കൊലപാതകമായി തന്നെ ഇന്ന് നമ്മുടെ ഇടയിൽ നിലനിൽക്കുകയാണ്. കാരണം ഏത് സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥി മരണപ്പെട്ടത്, അതിലെ ദുരൂഹതകൾ എന്ത്, അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്ന ഊഹാപോഹങ്ങളിലുള്ള വ്യക്തത എന്ത് എന്ന് സംബന്ധിച്ചൊന്നും ഈ സമയം വരെ നമ്മൾ ഈ ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ പോലും അതിനകത്തൊരു വ്യക്തത വരുത്താൻ ബന്ധപ്പെട്ട അധികാരികൾക്കോ നമ്മുടെ പോലീസ് സംവിധാനത്തിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ദിവസങ്ങൾ പിന്നീട് 5ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. കൃത്യം വെള്ളിയാഴ്ച കഴിഞ്ഞ് വെള്ളിയും ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളും പിന്നിട്ട് ഇന്നിപ്പോ ഈ രീതിയിലേക്ക് ചൊവ്വാഴ്ച വൈകിട്ട് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഏത് രീതിയിലാണ് ഈ സംസ്ഥാനത്ത് ഒരു ക്യാമ്പസിനകത്ത്, അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ, ധർമ്മടം നിയോജക മണ്ഡലത്തിലുള്ള സ്വന്തം ക്യാമ്പസിനകത്ത് ഇങ്ങനെ ഒരു അതിദാരുണമായ ഒരു സംഭവം നടക്കുന്നു? എന്താണ്? ജാതി അധിക്ഷേപം ഒരാരോപണമായി നിലനിൽക്കുന്നു. തുടക്കത്തിൽ ആ കോളേജിലെ മറ്റൊരു കുട്ടികളും ധൈര്യപൂർവ്വം പുറത്തു വരാതെ ഇന്നിപ്പോ ഈ ഞാനും നിങ്ങളും ഒക്കെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തിനിടയിൽ നിരവധിയായ കുട്ടികൾ വ്യത്യസ്ത തരത്തിലുള്ള പരാതികളുമായി ധൈര്യപൂർവ്വം പുറത്തു രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. വല്ലാത്തൊരു മാനസിക പീഡനം ഈ പറഞ്ഞ നിതിൻ രാജ് ഏൽക്കേണ്ടി വന്നു എന്നൊരു സാഹചര്യം ഒരു വശത്ത്. ഇതിന്റെ എല്ലാം മറുവശം ചാരി ഈ പറഞ്ഞ ലോൺ ആപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ഒരു വശം നിലനിൽക്കുന്നു. പോലീസ് ഉൾപ്പെടെ വളരെ ശ്രദ്ധാപൂർവം ഈ വിഷയത്തെ ആ ഒരു ഇതിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഒന്ന് വഴിതിരിച്ചു വിടാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളും ചില ആളുകളെ രക്ഷിക്കാനുള്ള നീക്കങ്ങളും ഒക്കെ മറ്റൊരു വശത്ത് നടത്തുന്നു. ഇതിൽ നിന്നെല്ലാം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ എത്രയോ പാവപ്പെട്ട വിദ്യാർത്ഥികൾ നിതിൻ രാജിനെ പോലെ പഠിക്കാൻ മിടുക്കരായ, ഉന്നതമായ വിദ്യാഭ്യാസ നിലവാരം വെച്ച് പുലർത്തി ഈ പറഞ്ഞ പരിമിതമായ സാഹചര്യങ്ങളെ എല്ലാം അതിജീവിച്ച്, നിതിൻ രാജിന്റെ അച്ഛൻ ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ്, അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോയി ആ കുടുംബം നിത്യജീവിതം മുന്നോട്ട് പോകുന്ന വളരെ പരിമിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്ന വാടക വീട്ടിൽ താമസിക്കുന്ന ആ നിതിൻ രാജ് സ്വന്തം കുടുംബത്തിന്റെയും സ്വന്തം നാടിന്റെയും ഒക്കെ പ്രതീക്ഷയെ വളർന്നു വരുമ്പോൾ ആ വിദ്യാർത്ഥി നന്നായി പഠിക്കുന്ന മിടുക്കനായ ഒരു വിദ്യാർത്ഥി ഇതുപോലെ ചേതനയേറ്റ ശരീരവുമായി ആ വിദ്യാർത്ഥിയുടെ, ആ മകന്റെ മൃതദേഹം നോക്കിക്കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ അവസ്ഥ. ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾ കേരളത്തിൽ ഉടനീളം സമാനമായ രീതിയിൽ നമ്മുടെയൊക്കെ രക്ഷിതാക്കൾ വളരെ പ്രയാസപ്പെട്ട് അവരുടെ ദൈനംദിനമായ ചുരുങ്ങിയ വരുമാനത്തിൽ നിന്നുള്ള നീക്കിയിരിപ്പിന്റെ അടിസ്ഥാനത്തിൽ കടം മേടിച്ചും ലോൺ എടുത്തും എല്ലാം തങ്ങളുടെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അത് ഈ നാടിന്റെ പ്രതീക്ഷ കൂടിയാണ്. കുടുംബവും രക്ഷിതാക്കളും വളരെ ത്യാഗം സഹിച്ച് നാളേക്കുള്ള പ്രതീക്ഷകളായി നമ്മളെയൊക്കെ ഉന്നതമായ വിദ്യാഭ്യാസത്തിന്, പ്രൊഫഷണൽ വിദ്യാഭ്യാസത്തിനൊക്കെ പറഞ്ഞേക്കുമ്പോൾ നിതിൻ രാജിനെ പോലുള്ള രക്തസാക്ഷികളെ അല്ല നമ്മൾ അവിടെ സംഭാവന ചെയ്യേണ്ടത്. അവിടെ കൃത്യമായി നമ്മുടെ സിസ്റ്റത്തിന് തകരാറുകളുണ്ട്. നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് ഇത് നിയന്ത്രിക്കേണ്ട, ഇതിനകത്ത് മേൽനോട്ടം വഹിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങൾ ഉൾപ്പെടെ അതിന്റെ ഉത്തരവാദികളാണ് എന്ന അഭിപ്രായക്കാരൻ തന്നെയാണ് ഞങ്ങൾ. കാരണം ഏതെങ്കിലും തരത്തിൽ ഒരു പൊതുസമൂഹത്തിന് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം ഒഴിഞ്ഞു മാറാൻ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജാതി അധിക്ഷേപവും വ്യക്തിപരമായ നിറത്തിന്റെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിറത്തിന്റെ പേരിൽ അധിക്ഷേപം നേരിടേണ്ടി വരുന്ന ഒരു ഗതികേട്
ശരീരത്തിന്റെ ഘടന അനുസരിച്ച് നമ്മുടെ എല്ലാ തരത്തിലും നമ്മളെ മാനസികമായി തളർത്തുന്ന ഒരു വശം നിലനിൽക്കുന്നു. അത് സ്വന്തം നമ്മളൊക്കെ എത്രയും സ്നേഹത്തോടെ കാണുന്ന നമ്മളൊക്കെ ഏറ്റവും അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന അധ്യാപകരിൽ നിന്ന് തന്നെ ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരു വശം ചിന്തിക്കുമ്പോൾ തന്നെ ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടരുന്ന ദുരൂഹത, പ്രതികളായവരെ അറസ്റ്റ് ചെയ്യാൻ മടി കാണിക്കുന്ന പോലീസ് സംവിധാനത്തിന്റെ വീഴ്ചകൾ, കുടുംബത്തിന്റെ ആശങ്കകൾ ഇതുവരെയും ദൂരീകരിക്കാൻ കഴിയാത്തത്, അങ്ങനെ ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ ലോൺ ആപ്പ് ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ നമുക്കിടയിലേക്ക് കൂടുതൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് റോജി നമ്മൾ ഈ ചർച്ചയിൽ ഇതുപോലെ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും. അതായത് നമ്മുടെ വിദ്യാർത്ഥികളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുക, ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ടത്, അവരെ ചേർത്ത് പിടിക്കേണ്ടതൊക്കെ ഈ അധ്യാപകരാണ്. ഈ അധ്യാപകർ തന്നെ പലപ്പോഴും വിദ്യാർത്ഥികൾക്ക് ഏൽപ്പിക്കുന്ന മുറിവുകൾ ഒരിക്കലും അത് ഉണങ്ങാതെ അവിടെ അങ്ങനെ തന്നെ കിടക്കുന്ന ഒന്നാണ്. ശ്രീമതി റോണിയ മിസിലേക്കാണെന്ന് വരികയാണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ കൗമാരം എന്ന് പറയുന്നത് ചെറിയ പ്രതിസന്ധികൾ പോലും ഉണ്ടാകുമ്പോൾ നേരിടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്? അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പണ്ടത്തെ കാലത്ത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്, ചെറിയ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ തന്നെ അവർ അവരുടെ കൂട്ടുകാരോടോ അല്ലെങ്കിൽ സഹോദരന്മാരോടോ മാതാപിതാക്കളോ പങ്കുവെക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴതൊന്നും കാണാനേ കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോഴുള്ള ഈ ജെൻസി തലമുറ എന്ന് പറയുന്നത് ചെറിയൊരു പ്രതിസന്ധി വരുമ്പോൾ തന്നെ വീണു പോകുന്നത് എന്തുകൊണ്ടാണ്? ഇന്നത്തെ തലമുറ എന്ന് പറയുമ്പോൾ കൂടുതലും അവര് സമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൂടുതലും ഇന്ന് അവര് അവരുടെ മൊബൈൽ ഫോണില് അല്ലെങ്കിൽ വിർച്വൽ ആയിട്ടുള്ള ഫ്രണ്ട്സ്, ആ ഒരു ലോകത്ത് അതിലാണ് കൂടുതലും അവർ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തില് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മാതാപിതാക്കളോട് പറയാനോ അല്ലെങ്കിൽ ആ ഒരു ബോണ്ട് അവർക്ക് ചുറ്റുപാട് നിന്ന് ലഭിക്കുന്നില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഈ നിതിൻ രാജ് എന്ന് പറയുന്ന വ്യക്തി താൻ അനുഭവിച്ചിരുന്ന ഈ മാനസിക സംഘർഷങ്ങള്, ഈ ഒരു അധ്യാപകനിൽ നിന്ന് നേരിട്ടിരുന്ന മാനസിക പീഡനങ്ങള്, ഹരാസ്മെന്റുകള്, കളിയാക്കലുകള്, ഇതെല്ലാം സുഹൃത്തുക്കളോടും പിന്നെ മാതാപിതാക്കളോടും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോ ഒരു കാര്യം കൊണ്ട് നമുക്ക് എല്ലാവരെയും വിലയിരുത്താൻ പറ്റില്ല. കാരണം പല വിദ്യാർത്ഥികളും പല തരത്തിലാണ് ഇതിനെ ഫേസ് ചെയ്യുന്നത്. ഇപ്പൊ ചിലവര് ചെയ്യുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ചിലപ്പോ ആരോടും ഒന്നും സംസാരിക്കാതെ അതിനെ ഒറ്റയ്ക്ക് നേരിടാൻ താല്പര്യപ്പെടുന്നവരായിരിക്കാം ചില യുവാക്കള്. ചിലവരതിനെ എല്ലാവരോടും സംസാരിക്കാനും അതിനുമെല്ലാം തയ്യാറാവുന്നവരാവാം. അപ്പൊ ഈ ഒരു നിതിൻ രാജിന്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ആള് ഇത് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പോലും അപ്പൊ നമുക്ക് ആള് അയച്ചിട്ടുള്ള ഓഡിയോ ഒക്കെ ഇന്ന് ന്യൂസിൽ കേട്ടിരുന്നു. അപ്പൊ ആളിത് പലരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. നിതിൻ രാജിനൊപ്പം പഠിച്ചിരുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പോലും പലർക്കും ഈ ഒരു അധ്യാപകനിൽ നിന്ന് പലതരത്തിലുള്ള കളിയാക്കലുകളും ഹരാസ്മെന്റുകളും നേരിട്ടിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലൊരു സാഹചര്യത്തില് ഈ ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ രക്ഷിക്കാൻ പലർക്കും സാധിക്കുമായിരുന്നു. പ്രത്യേകിച്ച് മാതാപിതാക്കൾക്കായാലും മറ്റ് അധ്യാപകർക്കായാലും മാനേജ്മെന്റിനായാലും. പക്ഷെ ഇവിടെ ആരും ഒന്നും ചെയ്തില്ല എന്നാണ് കണ്ടുവരുന്നത്. അധ്യാപകർ തന്നെ പ്രതികളായി മാറുന്ന ഒരു കാഴ്ച തന്നെയാണോ കാണുന്നത്? അതെ അതെ. അപ്പോ അധ്യാപകർക്കെതിരെ ശബ്ദിക്കാൻ പല വിദ്യാർത്ഥികളും മടി കാണിക്കുന്നതും ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചൊരു കാരണമാണ്. ഇപ്പോ പല വിദ്യാർത്ഥികളും അവിടെ പറയുന്നതായിട്ട് കേട്ടു, പലർക്കും ഇത്തരത്തില് അവരെ പല പേരുകൾ വിളിച്ച് ഈ ഒരു അധ്യാപകനെ അധിക്ഷേപിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. പക്ഷെ ഇവര് പാരന്റ്സിനോട് പറയുമ്പോൾ പാരന്റ്സ് പലപ്പോഴും ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാണെങ്കിൽ പോലും ഈ കുട്ടികൾ പറയുന്നത് വേണ്ട, ഇതൊരു പ്രശ്നമാക്കണ്ട, ചിലപ്പോ അവര് അത് മാർക്ക് കുറയ്ക്കും, അത്തരത്തില് ഇന്റേണൽ മാർക്സ് തരില്ല. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള അധ്യാപകർക്കെതിരെ ശബ്ദിക്കാനായിട്ട് മടിക്കും. അപ്പോൾ ഈ ഒരു സാഹചര്യം ഈ ഒരു നിതിൻ രാജിന്റെ കേസിൽ വരുമ്പോൾ ആളത് അനുഭവിച്ചത് കൊണ്ടാണ് ആൾക്ക് ഒരു സൈക്കോളജിയിൽ ഇതിനെ ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയും. അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. ആളെ സ്ഥിരമായി ഒരു അധ്യാപകൻ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് അതിനെതിരെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. പ്രതികരിച്ചു കഴിഞ്ഞാൽ മാർക്കിനെ അത് ബാധിക്കും. പിന്നെ ആളുടെ സാമ്പത്തികമായിട്ടുള്ള ചുറ്റുപാടുകളും എല്ലാം ഒരു പക്ഷെ അതൊരു ഒരു കോടതിയിൽ കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പോലീസ് കാര്യങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും ആ കുട്ടി നേരിട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ വരുന്നു. ഒന്ന്, വിദ്യാർത്ഥികളുടെ മുന്നിലും എല്ലാം നിരന്തരമായിട്ട് ആ കുട്ടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അപമാനം. പിന്നെ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയാണ് ഈ വ്യക്തി ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് പോകുന്നത്. പക്ഷെ അവിടെ ആള് പ്രതീക്ഷിച്ച ഒരു സാഹചര്യം ഒന്നും ആൾക്ക് ലഭിക്കുന്നില്ല.
നല്ല ഉയർന്ന മാർക്ക് മേടിച്ച് പഠിച്ചിട്ട് പോലും ആ കുട്ടി നേരിടേണ്ടി വരുന്നത് ഈ ഒരു നിറത്തിന്റെ പേരിലും, നേരത്തെ ശ്രീ മുഹമ്മദ് ഷമാസ് പറഞ്ഞതുപോലെ തന്നെ ഈ നിറം എന്നൊന്നും പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തി ചൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരാള് ജനിച്ചു വീഴുന്നത് ആ ഒരു നിറത്തിലാണ്, അല്ലാതെ അത് ആരുടെയും കുറ്റോ തെറ്റോ ഒന്നുമല്ല. പക്ഷെ ഈ ഒരു കാരണം കൊണ്ട് ആ ഒരു വ്യക്തിനെ കളിയാക്കുക, ബോഡി ഷേമിങ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ആ വ്യക്തിയിൽ ഒരുപാട് വലിയ, അതും ഒരു അധ്യാപകൻ, ആ ആള് അത്രയും റെസ്പെക്റ്റോടു കൂടി കാണുന്ന ഒരു അധ്യാപകനിൽ നിന്നും ഇത്തരം ഒരു ഒരു കളിയാക്കല് നേരിടേണ്ടി വരുമ്പോൾ ഒരുപാട് മാനസികമായിട്ട് ആ വ്യക്തിനെ തളർത്തിയിട്ടുണ്ടാവാം. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങളാണ് ഈ ഒരു നിതിൻ രാജിനെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. പോരാത്തതിന് വീട്ടിലും ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കുന്നു. കാരണം ഈ ലോൺ ആപ്പിൽ നിന്ന് ലോൺ എടുക്കുകയും അവരുടെ വക ഒരുപാട് ഇങ്ങനെ ഇത്തരത്തിലുള്ള പൈസ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മെസ്സേജുകളും, പിന്നെ അത് അധ്യാപകനെ വിളിച്ച് അവര് സംസാരിക്കലും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലായിരുന്നു നിതിൻ രാജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എപ്പോഴും ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ഒരൊറ്റ കാരണമായിരിക്കില്ല, പല കാരണങ്ങളായിരിക്കാം. ഒന്ന്, അയാളുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ വ്യക്തിത്വം, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും തളർന്നു പോകുന്ന ഒരു വ്യക്തിത്വം ആയിരിക്കാം. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകള്, വീട്ടിലെ ബുദ്ധിമുട്ടുകള്, സമൂഹത്തിൽ നിന്ന് നേരിടുന്ന അധിക്ഷേപങ്ങള്, ആളുടെ സ്വന്തമായിട്ടുള്ള അപകർഷതാ ബോധങ്ങൾ, ഇതെല്ലാം കൂടെ വരുമ്പോഴാണ് ഈ ഒരു വ്യക്തി ഒരു ആത്മഹത്യ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇത്തരത്തില് ആ വ്യക്തിനെ ആ ഒരു നിലയിൽ കൊണ്ടെത്തിച്ചതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. ഇപ്പോ ഇതെല്ലാം ഒരാളോട് തുറന്നു പറയാനോ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങോ മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. കാരണം നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഇത്തരം മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ അതിനെ കുറിച്ച് സംസാരിക്കുന്നത് വളരെ കുറവാണ്. എല്ലാവരും ഒരു പക്ഷെ അത് ഉള്ളിൽ ഒതുക്കുക, അല്ലെങ്കിൽ അറിയുന്ന കുറച്ചു പേരോട് പറയുക. അവര് കൂടുതലും അവരുടെ പ്രശ്നം മനസ്സിലാക്കി പരിഹരിക്കുകയോ ചെയ്യുന്നതിന് പകരം പലപ്പോഴും പറയുന്നത് അത് കുഴപ്പമില്ല, അത് സാരില്ല, സാറിന്റെ സ്വഭാവം നിനക്കറിയാലോ, അത് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും പറയാ. പക്ഷെ ഇതുകൊണ്ടൊരിക്കലും ആ കുട്ടിയുടെ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടുന്നില്ല. ആ കുട്ടിക്ക് ഒരു മനസ്സിനൊരു ബലം കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള സംസാരങ്ങൾക്ക് സാധിക്കില്ല. അതിന് ആ കുട്ടിക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഒരു സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ പല കുട്ടികളും ഈ ഒരു അധ്യാപകനെതിരായിട്ടോ മാനേജ്മെന്റിനെതിരായിട്ടോ ഒക്കെ സംസാരിക്കാനായിട്ട് ഭയക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളിൽ പല കോളേജുകളിലായി പല കുട്ടികളും ഫേസ് ചെയ്യുന്നതുമാണ്. പലർക്കും ഇതിനെതിരെ പ്രതികരിക്കാൻ സാധിക്കണമെന്നില്ല. കാരണം പല കാരണങ്ങൾ, ഈ പറഞ്ഞ പോലെ മാർക്ക് കുറയ്ക്കാം, അല്ലെങ്കിൽ പിന്നെയും എല്ലാവരുടെ മുന്നിൽ അധിക്ഷേപിക്കാം. അപ്പോ അവസാനം ഈ കുട്ടികൾ ചെന്നെത്തുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിനോട്ടാണ്. അതായത് എനിക്ക് ഇവിടെ നിന്നൊരു രക്ഷയില്ല, ഞാനിവിടെ പെട്ടുപോയി, എന്നെ രക്ഷിക്കാൻ ആർക്കും പറ്റില്ല, എനിക്കിത് ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ല. സോ ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇവിടെ ഈസി ആയിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു രക്ഷപ്പെടലാണ്, അല്ലെങ്കിൽ ഒരു ആത്മഹത്യയാണ് ഇതിനെല്ലാം നല്ല മാർഗം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ ഒരു കണ്ടിന്യൂഡ് ആയിട്ടുള്ള സ്ട്രെസ്, നിരന്തരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ, ഇതൊരു വ്യക്തിയുടെ ആത്മാഭിമാനത്തിനെ ഒരുപാട് വ്രണപ്പെടുത്തും. അപ്പോൾ ഈ നിതിൻ രാജ് അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ ആയിരിക്കാം കടന്നു പോയിരിക്കുന്നത്. ആ കുട്ടി അത്രയും വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോ അത്തരത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഈ ഒരു ലെവലിൽ എത്തി, പിന്നെ നീറ്റ് എക്സാമിനെല്ലാം വേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു എന്നാണ് അറിഞ്ഞത്. അപ്പോ അത്തരത്തിൽ ഒരുപാട് അംബീഷൻസ് ഉള്ള ഒരു വ്യക്തിയാണ്. എന്നിട്ട് ഇത്തരത്തിൽ ഒരു നിറത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ജാതിയുടെ പേരിലൊക്കെ ഈ കുട്ടി ഇത്തരത്തിൽ ഒരു അപമാനം നേരിടേണ്ടി വന്നപ്പോൾ തീർച്ചയായിട്ടും അത് ആ കുട്ടിയുടെ ആത്മാഭിമാനത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതെല്ലാം ആയിരിക്കാം. അല്ല, ഞാൻ ചോദിച്ചത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിതിൻ രാജിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ബാക്കി നിരവധി ആത്മഹത്യകൾ നമ്മൾ കണ്ടുവരുന്നുണ്ടെന്നേ ഇപ്പൊ ഈ സമയത്ത് കുട്ടികളിലും കൗമാരപ്രായക്കാരിലും എല്ലാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കോമൺ ആയിട്ടാണ് ഞാൻ ചോദിച്ചത്. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പോലും കുട്ടികൾ തളർന്നു പോവുകയാണോ, അവർക്ക് അവരുടെ മനഃശക്തി ഇല്ലാതാവുകയാണോ എന്നൊരു കാര്യമാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങനെയൊക്കെ ഞാൻ വരാം. ഷമാസ്, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് പാതിരാത്രിയിൽ പോലീസ് പന്തം കത്തിച്ച് വന്ന് കള്ളന്മാരെ പോലെ പിടിച്ചുകൊണ്ട് പോയ സംഭവങ്ങളൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. 5 ദിവസമായി കുറ്റക്കാര് എന്ന് പറയുന്ന അധ്യാപകർ എവിടെയെന്ന് കണ്ടെത്താൻ പോലും പോലീസിന് കഴിയുന്നില്ല. ശരിക്കും ഇതൊരു ഒളിച്ചുകളിയാണോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അല്ല, അവിടെയാണ് ചില വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരുന്നത്. കാരണം കേരളത്തിലെ പോലീസ് സംവിധാനത്തെ കുറിച്ച് നമുക്ക് ആർക്കും അങ്ങനെ ഈ പ്രതികളെ പിടിക്കുന്ന കാര്യത്തിലോ ഇത്തരം അറസ്റ്റ് നടപടികൾ സ്വീകരിക്കുന്ന കാര്യത്തിലോ വലിയ
പരാതിയുള്ള ആളുകളൊന്നുമല്ല. മിനിറ്റുകൾ വെച്ചും മണിക്കൂറുകൾക്കുള്ളിലും ഒക്കെ പല സുപ്രധാനമായ പ്രമാദമായ കേസുകളിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാനും നിയമ നടപടികളിലേക്ക് കൈക്കൊള്ളാനും ഒക്കെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ വെള്ളിയാഴ്ച ഈ സംഭവം നടന്ന് ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഒരു കാര്യക്ഷമമായ നടപടി ഇല്ലാതെ ഈ പറയപ്പെട്ട റാം എന്ന് പറയുന്ന അധ്യാപകൻ എന്ന് പോലും വിശേഷിപ്പിക്കാൻ കഴിയാത്ത ഒരു ജീവി, ഒരു മനുഷ്യ മൃഗമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അത്രയും തരംതാണ ഒരാൾ ഇപ്പോഴും ഒളിവിൽ കഴിയാനുള്ള സൗകര്യം പോലീസ് ചെയ്തു കൊടുക്കുന്നു. പോലീസ് കൃത്യമായി ആരെയും സംരക്ഷിക്കാൻ, ഈ പ്രതികളായിട്ടുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന്റെ പ്രതിക്കൂട് നിൽക്കുന്നവരെ സംരക്ഷിക്കാനും അവർക്ക് രക്ഷപ്പെടാനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു ബോധപൂർവം എന്ന തീരുമാനത്തിലേക്ക്, എന്ന നിഗമനത്തിലേക്ക് തന്നെ നമ്മൾ എത്തിച്ചേരുന്ന അവിടെയാണ്. കൃത്യമായ ചില സംരക്ഷണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. പോലീസ് ഇക്കാര്യത്തിൽ തുടക്കം മുതൽ ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ ലോൺ ആപ്പ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഈ വിഷയത്തെ ഡൈവേർട്ട് ചെയ്യാൻ ആസൂത്രിതമായി ശ്രമിക്കുന്നു. ഇതിന്റെ എല്ലാ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങളും ഉണ്ട്. ഒരു വശത്ത് ഈ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സമയം തന്നെ ആദ്യം 3:35 വെള്ളിയാഴ്ച 3:35 നിതിൻ രാജ് കൊല ചെയ്യപ്പെടുന്നത് എന്ന്, അഥവാ മരിച്ച നിലയിൽ കാണുന്നതും ആശുപത്രിയിൽ തൊട്ടടുത്തുള്ള തന്നെ അഞ്ചരക്കണി മെഡിക്കൽ കോളേജിൽ തന്നെ ആ കോമ്പൗണ്ടിനകത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ എത്തിച്ച് അവിടെ മരിച്ച നിലയിൽ തന്നെയാണ്. ആ 3:35 നടന്ന സംഭവം 6 മണിക്കാണ് അന്നേ ദിവസം ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഇത് FIR-ന്റെ രേഖയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതല്ല. കൃത്യമായി പോലീസ് രജിസ്റ്റർ ചെയ്ത FIR 202/2026 കണ്ണൂർ ചക്കരക്കൽ പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത FIR-ൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഭവം നടന്ന സമയം, വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച സമയം ഉൾപ്പെടെ. ഈ കാലതാമസം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു? ഇതിന്റെ എന്തൊക്കെ നിഗൂഢതകൾ ഒഴിഞ്ഞിരിക്കുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ രണ്ടാമത്തെ ദിവസം, ഈ വെള്ളിയും കഴിഞ്ഞ് ശനിയും കഴിഞ്ഞ് ഞായറാഴ്ച വൈകിട്ട് രാത്രി 12 മണിയോട് കൂടിയിട്ടാണ് ഈ സൈബർ പോലീസ് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട ഒരു FIR തയ്യാറാക്കുന്നത്. ആ FIR തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ 7:45 കണ്ണൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ കേരളത്തിലെ മാധ്യമങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഇങ്ങനൊരു പശ്ചാത്തലമുണ്ട്, ഇന്ന രീതിയിൽ സൈബർ പോലീസ് ഒരു FIR രജിസ്റ്റർ ചെയ്തു എന്ന് മുൻകൂട്ടി FIR-ന്റെ നമ്പർ ഉൾപ്പെടെ തെറ്റായി പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? 7:45 കമ്മീഷണർ മാധ്യമങ്ങളെ കണ്ട് പറയുന്നു, FIR-ന്റെ വിവരങ്ങൾ ഉൾപ്പെടെ, രണ്ടാമത്തെ FIR-ലെ വിവരങ്ങൾ ഉൾപ്പെടെ വെച്ച് 8 മണിക്കാണ് ഈ പരാതിയിൽ, രണ്ടാമത്തെ FIR-ന് ആധാരമായ പരാതിയിലുള്ള അധ്യാപികയുടെ മൊഴി രേഖപ്പെടുത്തുന്നത് അന്നേ ദിവസം 8 മണിക്കാണ്. 7:45 തന്നെ കമ്മീഷണർ പറഞ്ഞ് 8 മണിക്ക് മൊഴി രേഖപ്പെടുത്തി രാത്രി 11:45 FIR ഇട്ടിട്ടാണ് ഈ നിർണായകമായ ഒരു വിഷയത്തെ ബോധപൂർവം വഴിതിരിച്ചു വിടുന്നതിനുള്ള ലോൺ ആപ്പ് വിഷയത്തിലേക്ക് ഈ വിഷയം പോലീസ് ഡൈവേർട്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ചില സംശയങ്ങൾ നമുക്ക് ഉയരുന്നത്. എങ്ങനെയാണ് നിതിൻ രാജിനെ പോലെ ഒരു വിദ്യാർത്ഥി വളരെ ബോൾഡായി നിതിൻ രാജിന്റെ പുറത്തു വന്നൊരു ശബ്ദ സന്ദേശം തന്നെ പറയുന്നുണ്ട്, തന്നെ ഇഡിയറ്റ് എന്നും തന്നെ ഈ പറഞ്ഞ അധിക്ഷേപിച്ച അധ്യാപകനോട് ഈ പറഞ്ഞ HOD ഉൾപ്പെടെ സെയിം ടു എന്നും തിരിച്ചു പറയാനുള്ള ആർജവം കാണിച്ച അത്രയും ബോൾഡായ ഒരു വിദ്യാർത്ഥി ഇത്ര നിസ്സാരമായ ഒരു വിഷയത്തിന്റെ പുറത്ത് ആത്മഹത്യ ചെയ്യും എന്ന് നമ്മൾ കരുതണോ? ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ വളരെ ജീവിതകാലത്തുടനീളം തന്റെ ഈ നിറത്തിന്റെ പേരിൽ, തന്റെ ജാതിയുടെ പേരിൽ താൻ അപമാനം നേരിടേണ്ടി വരുമെന്നും, താൻ ഈ പറഞ്ഞതുപോലെ തുടർന്ന് അങ്ങോട്ടും സമാനമായ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടേണ്ടി വരും, അപമാനങ്ങൾ തുടർച്ചയായി ജീവിതത്തിലുടനീളം ഈ സാഹചര്യത്തിൽ നേരിടേണ്ടി വരുമെന്ന ഉൾപ്പെടെയുള്ള ചിന്തകളും അത്തരം മാനസിക പ്രയാസങ്ങളും ഒക്കെ ആ വിദ്യാർത്ഥിയെ അലട്ടിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതിൽ പോലും ഒരു വ്യക്തത എന്താണ് ആത്യന്തികമായി ഈ പറഞ്ഞ ആത്മഹത്യയാണെങ്കിൽ അതിന്റെ കാരണം എന്ത്? പിന്നെ സ്വന്തം ഈ പറഞ്ഞ ക്ലാസ് മുറിയോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് തൊട്ടടുത്ത ഈ പറഞ്ഞ ഹോസ്പിറ്റൽ ബ്ലോക്കിൽ ഉൾപ്പെടെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ പോയി എന്തിന് നിതിൻ രാജ് താഴേക്ക് ചാടി എന്നുള്ള രീതിയിലേക്കുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒന്നും പോലീസിന് പോലും വ്യക്തത വരുത്താൻ കഴിയാത്തത് പല ഊഹാപോഹങ്ങൾക്കും ഇടവെക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ഗൗരവകരമായ കാര്യം. പ്രിൻസിപ്പൽ മുറിയിൽ നിന്നും ഈ പറഞ്ഞ നിതിൻ രാജ് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നതിന്റെ CCTV ദൃശ്യങ്ങൾ തന്നെ പോലീസിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ആ തരത്തിലേക്ക് ഉൾപ്പെടെ അന്വേഷണങ്ങൾ നീളുന്നില്ല? കൂടുതൽ പ്രതികൾ ആരൊക്കെ ഉണ്ടെന്ന് സംബന്ധിച്ച് അന്വേഷണം നീളുന്നില്ല. ഇന്നിപ്പോ ഞങ്ങൾ ഉൾപ്പെടെ സമരം ചെയ്ത് പ്രതിഷേധം നടത്തി തുടർച്ചയായ മാധ്യമങ്ങളിലൂടെ CCTV ഫുട്ടേജിന്റെ കാര്യങ്ങൾ ഉൾപ്പെടെ സൂചിപ്പിച്ചതിന് ശേഷമാണ് ഇന്ന് ആ CCTV ഫുട്ടേജ് ഉൾപ്പെടെ പോലീസ് ശേഖരിക്കാൻ തയ്യാറായത്. അങ്ങനെ തുടക്കം മുതൽ തന്നെ ഒരു ഇരുട്ടിൽ തപ്പുന്ന ഒരു മെല്ലെപ്പോക്ക് സമീപനം ഈ കാര്യത്തിൽ പോലീസിനുണ്ട്. അത് കേരളത്തിലെ പൊതുജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതിന് ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ ഭരണ സംവിധാനത്തിന്റെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒത്താശയോടും അതിന്റെ നേതാക്കളുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ എന്ത് സ്വാധീനത്തിന്റെ
എന്നതിന്റെ അടിസ്ഥാനത്തിലാണോ ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെയുള്ള പ്രതികരണങ്ങൾ ഇല്ലാത്തത്? ഒരക്ഷരം ഇന്ന് വരെ ഈ പറയപ്പെട്ട ക്യാമ്പസ് അധികാരികൾ പുറത്ത് മാനേജ്മെന്റിന്റെ ഭാഗമായി മിണ്ടിയിട്ടില്ല. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ പല സംശയങ്ങളും പൊതുസമൂഹത്തിനുണ്ട്. അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനും നിലവിലെ കാവലാണെങ്കിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തിനുമുണ്ട്. തീർച്ചയായിട്ടും ഭരണ സംവിധാനത്തിന്റെ പിടിപ്പുകേട് തന്നെയാണ് ഈ പ്രതികൾ ഇങ്ങനെ ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് സംശയമില്ലാതെ തന്നെ പറയാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ്. എന്നാലും പോലീസിനെ പറ്റി തെറ്റൊന്നും പറയാനില്ല കേട്ടോ. ശ്രീമതി റോണിയ റോയ്, അങ്ങിലേക്ക് വരികയാണ്. അങ്ങ് ഒരു അധ്യാപികയാണ്. അതായത് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സേവനമാണ്. അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു കച്ചവടവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുകൾ വീഴ്ത്തുന്നതിന് കാരണമായതായി അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ചില സാഹചര്യങ്ങളിലുണ്ട്. പക്ഷെ എല്ലാ അധ്യാപകരും അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അടച്ചാക്ഷേപിക്കുന്നില്ല കേട്ടോ. ഓക്കെ. ചില അധ്യാപകർ അങ്ങനത്തെ അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിരിക്കാം. ചിലവർക്ക് ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളെ കാണുമ്പോൾ അവരുടെ നിറത്തിന്റെ പേരിലോ മറ്റും. എങ്കിലും നമ്മൾ പൊതുവെ അധ്യാപകരെ കുറിച്ച് അങ്ങനെ കേട്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ പല രീതിയിലും അപമാനിക്കുന്ന തരത്തിലുള്ള അധ്യാപകരുണ്ട്. അപ്പോ അധ്യാപക ശിഷ്യ ബന്ധം പണ്ടത്തെ പോലെയല്ല ഇപ്പോ എന്നുള്ളത് നമുക്ക് അറിയാം. പണ്ടെന്ന് പറയുമ്പോൾ കൂടുതലും അധ്യാപകർ എന്ത് പറഞ്ഞാലും വിദ്യാർത്ഥികൾ പലപ്പോഴും അത് അംഗീകരിച്ച് അല്ലെങ്കിൽ അതിന് തറുതല പറയാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, അങ്ങനെയാണ് പൊതുവില് കേട്ട് വന്നിട്ടുള്ളത്. പക്ഷെ ഒരു അധ്യാപക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ഒരു വ്യക്തിയോട് മോശമായ രീതിയിൽ പെരുമാറിയാൽ പണ്ടത്തെ കാലത്താണെങ്കിൽ പല കുട്ടികളും ചിലപ്പോൾ അത് മിണ്ടാതിരുന്ന് കേൾക്കും, പിന്നെ മാറി ഇരുന്ന് കരയായിരിക്കും ചെയ്യുക. പക്ഷെ ഇന്നത്തെ കാലത്ത് പല വിദ്യാർത്ഥികളും അതിനോട് നല്ല രീതിക്ക് തന്നെ മറുപടി തിരിച്ചു പറയുന്നതായിട്ട് നമുക്ക് കാണാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വിദ്യാർത്ഥി തന്നെ തന്നോട് ഇങ്ങനെ അധ്യാപകൻ മോശമായിട്ട് പെരുമാറുമ്പോൾ അധ്യാപകന്റെ അടുത്ത് ഇപ്പോ ഇഡിയറ്റ് എന്ന് വിളിച്ചപ്പോ സെയിം ടു യു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ധൈര്യം കാണിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ പല വിദ്യാർത്ഥികളും അധ്യാപകർ പറയുന്നത് അപ്പാടെ സ്വീകരിക്കാതെ തിരിച്ച് സംസാരിക്കുന്ന കുട്ടികളാണ്. കാരണം അവർക്ക് കുറച്ചും കൂടെ പ്രതികരിക്കാനുള്ള ഒരു ധൈര്യം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കുണ്ട്. ഇപ്പോ ഞാൻ പേഴ്സണലി ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്. അപ്പോ കുട്ടികളുടെ ഇടയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോ കുട്ടികൾ നമ്മളുടെ അടുത്ത് പല അധ്യാപകരെ കുറിച്ച് പറയുകയോ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പേടിയോടെയല്ല കുട്ടികൾ ഇന്നത്തെ കാലത്ത് അധ്യാപകരെ കാണുന്നത്. അവരെ റെസ്പെക്ട് ചെയ്യുന്ന അധ്യാപകരെ അവർ തിരിച്ചും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരെ റെസ്പെക്ട് ചെയ്യാത്തവരെ അത്തരത്തിൽ ഉള്ള ഒരു രീതിയിലായിരിക്കും കുട്ടികൾ തിരിച്ചും പെരുമാറുന്നത്. പലപ്പോഴും കുട്ടികൾ അങ്ങനെ പറയുമ്പോൾ വേറൊരു കാര്യം ഉണ്ടെന്നേ. ഒരു അധ്യാപകരാണ് ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തതെന്ന് പറയാൻ പറ്റും. കാരണം ആ നിതിൻ പലപ്പോഴും ഒഴിഞ്ഞു മാറിപ്പോയിട്ടും തനിക്കുണ്ടായ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാൻ മുന്നോട്ട് പോയിട്ടും ഈ അധ്യാപകർ കാരണം തന്നെയാണ് ആ വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ടത്. അതും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതെ, കാരണം ഈ കുട്ടിക്ക് നിരന്തരമായ ഒരു അധ്യാപകനിൽ നിന്ന് ഈ അധിക്ഷേപങ്ങൾ നേരിടുകയായിരുന്നു. അതായത് ഒരു വിദ്യാർത്ഥിയാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലോട്ട് ഞാൻ വരികയാണ്. അതായത് ഈ വിദ്യാർത്ഥികൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതിസന്ധികളെ നേരിടാൻ കഴിയാത്തൊരു സാഹചര്യം പറഞ്ഞിരുന്നു. ഒരു കാര്യമുള്ളത്, ഇവർ വളർന്നു വരികയാണ്, ഇവരുടെ എക്സ്പീരിയൻസുകൾ കുറവാണ്, ഇവർക്ക് എങ്ങനെ ആളുകളോട് സംസാരിക്കണം ഇല്ലെങ്കിൽ വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ ശരിയായ രീതിയിൽ നേരിടണം എന്നതിനെ കുറിച്ചിട്ട് പൂർണ്ണമായ അവബോധമില്ല. ഇവരുടെ കോപ്പിംഗ് സ്കില്ലുകൾ, അതായത് ഒരു പ്രശ്നത്തെ നേരിടാനുള്ള എങ്ങനെ നേരിടണം എന്നുള്ള കാര്യങ്ങൾ ഇവർ ഡെവലപ്പ് ചെയ്തു വരുന്നേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സാഹചര്യത്തില് ഇത്തരത്തില് നിരന്തരമായ രീതിയിൽ ഒരു അധ്യാപകൻ ഇങ്ങനെ ഹരാസ് ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ പലപ്പോഴും ഈ ഒരു സ്ട്രെസ്സിന്റെ അളവ് കൂടുകയും ആ ഒരു പ്രതിരോധ ശേഷി കുറഞ്ഞു വരികയും ചെയ്യും. അപ്പോ ഇതിന് ഒരു തിയറിയാണ് ഇത് ഹാൻസ് ഐലിയുടെ. അതായത് ഒരു വ്യക്തിക്ക് ഒരു സ്ട്രെസ്സിനെ ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരളവുണ്ട്. ആ ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ മേലോട്ട് പോകും, അതിനുശേഷം ഒരു താഴോട്ട് പോകും. അതായത് ആ ഒരു വ്യക്തി ആ ഒരു പ്രശ്നത്തെ നേരിടുന്ന ആ വ്യക്തിയുടെ എല്ലാ റിസോഴ്സസും അത് അവിടെ എക്സോസ്റ്റഡ് ആവുകയാണ്. ഒരു ഇമോഷണൽ എക്സോഷനിലോട്ട് ആ വ്യക്തി നയിക്കപ്പെടുകയാണ്. അപ്പൊ അതിനുശേഷം ഈ വ്യക്തിക്ക് പലപ്പോഴും അത് പിന്നീട് പറ്റില്ല, അതായത് അതിനെ ഫേസ് ചെയ്യാൻ പറ്റില്ല, തളർന്നു പോകും ഒരു വ്യക്തി മാനസികമായിട്ട്. ഇത്തരത്തിലുള്ള ഒരു തളർച്ച വന്നതിന് ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി ഇവിടെ ഒരു ഇതിലോട്ട് പോയത്. ഒരു പരിധി വരെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ നിതിൻ രാജും. ഇപ്പൊ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ നേരിടാൻ കഴിയുന്നവർ തന്നെയാണ്. പക്ഷെ ഇത്തരത്തില് നിരന്തരമായ ഹരാസ്മെന്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വ്യക്തിനെ വളരെ ഒരു മോശം ഒരു വ്യക്തിയുടെ പോലെ ക്ലാസ്സിലായാലും ടീച്ചേഴ്സ് റൂമിലായാലും പ്രസന്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തി മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്.
ഒരു പരിധി വരെ അതിനോട് തിരിച്ച് സംസാരിച്ചും പ്രതികരിച്ചും അല്ലെങ്കിൽ ഇത് തന്നെ ബാധിക്കാത്ത പോലെ പെരുമാറിയും എല്ലാം ചെയ്യാന്നുണ്ടെങ്കിലും ഒരു മനുഷ്യനാണ്. ആ മനുഷ്യന് ഒരു പ്രശ്നത്തെ നേരിടുന്നതിന് ഒരു പരിധിയുണ്ട്. ഇത് സ്ട്രെസ് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻച്വലി ആ വ്യക്തി ആ പ്രശ്നത്തെ നേരിടാൻ ഉപയോഗിക്കുന്ന മാനസിക റിസോഴ്സസ് അത് അവസാനിക്കുകയും ആ വ്യക്തി അവസാനം ഗീവ് അപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തുകയും ചെയ്യും. ഇവിടെയും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഷമ്മാസിലേക്ക് ഞാനൊന്ന് വരികയാണ്. അതായത് അങ്ങ് ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഉന്നതനായ ഒരു നേതാവാണ്. ഓക്കെ, ഒരു വിദ്യാർത്ഥി സംഘടന എന്ന് പറയുമ്പോൾ ഒരു ക്യാമ്പസിൽ അവിടെ ഉണ്ടാകുന്ന വിദ്യാർത്ഥികളുടെ മാനസികമായ പ്രതിസന്ധികൾ എല്ലാം കണ്ടറിയുകയും അതിനൊരു പരിഹാരം ഉണ്ടാവുകയാണ്. രാഷ്ട്രീയമായും സാമൂഹികമായും ഒരു വിദ്യാർത്ഥിയുടെ വളർച്ചയ്ക്ക് ഉതകുന്നതാകണം ഒരു വിദ്യാർത്ഥി സംഘടന എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടന, അങ്ങ് പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടന മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടന ഒരു വിദ്യാർത്ഥിയുടെ പ്രതിസന്ധികളെ കണ്ടറിയാനോ അല്ലെങ്കിൽ തൊട്ടറിയാനോ കഴിയുന്നില്ല എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥി സംഘടനകളുടെ പരാജയമായി മാറുകയല്ലേ? റോജി, ഇവിടെ ചില വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം താങ്കൾ ഇവിടെ സൂചിപ്പിച്ച വിദ്യാർത്ഥി സംഘടനകൾ ഇക്കാര്യത്തിലൊക്കെ നിതിൻ രാജ് ഉൾപ്പെടെ ഇത്തരം മാനസികമായി ഉൾപ്പെടെ പ്രതിസന്ധി നേരിടുന്ന വിദ്യാർത്ഥികൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു വിഭാഗം തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകൾ. ആ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ ഒരു തരത്തിലുള്ള സംവിധാനവും ഇല്ലാത്ത, അതായത് രാഷ്ട്രീയ KSU എന്നോ SFI എന്നോ മറ്റേത് വിദ്യാർത്ഥി സംഘടന എന്നോ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥി സംഘടനകളെ പടിക്ക് പുറത്ത് നിർത്തുന്ന ഇത്തരം ചില ക്യാമ്പസുകളാണ് പലപ്പോഴും ഈ വിഷയങ്ങൾക്കൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് വഴിമാറുന്നത്. പല ഉദാഹരണങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. നേരത്തെ മുതൽ തന്നെ ഈ പറഞ്ഞ ജിഷ്ണു പ്രണോയിയുടെ വിഷയങ്ങളാണെങ്കിലും ആ രീതിയിൽ സമാനമായ രീതിയിൽ ചില ഏകാധിപത്യ ക്യാമ്പസ്, സമ്മിശ്രമായി എല്ലാ സംഘടനകൾക്കും ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ക്യാമ്പസുകൾ ഇത്തരം സംഭവങ്ങളൊന്നും വളരെ അപൂർവമായിട്ട് മാത്രമേ നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടുള്ളൂ. അല്ലാത്ത സ്ഥലത്ത് ചില ഏകാധിപത്യ പ്രവണതയുള്ള ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഒരു തരത്തിലും അംഗീകരിക്കാത്ത രാഷ്ട്രീയവാദത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന മാനേജ്മെന്റ് സംവിധാനങ്ങളുള്ള ക്യാമ്പസുകൾ, അവിടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം നമുക്ക് പറയാനോ അല്ലെങ്കിൽ നിതിൻ രാജിന്റെ വിഷയത്തിലെ ചർച്ചയിൽ അവസാനിപ്പിക്കാനോ കഴിയുന്നതെന്നല്ല. കേരളത്തിലെ പല ക്യാമ്പസുകളിലും ഇത്തരം സംഭവങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടാകാം. അത് പുറം ലോകത്ത് എത്തിക്കാൻ കഴിയുന്നില്ല. അതിനിപ്പോ ഇപ്പോഴും നോക്കൂ, ഈ വിഷയത്തിൽ ഏത് ഘട്ടത്തിലാണ് സഹപാഠികളായ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ വെളിപ്പെടുത്തലുകളും അധ്യാപകന്റെ ചെയ്തികൾ ഉൾപ്പെടെ തുറന്നു പറയാൻ രംഗത്ത് വന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയ ഭേദമന്യേ KSU, MSF-ഉം SFI-യും മറ്റ് വിദ്യാർത്ഥി സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാം ഇവർക്ക് പിന്തുണയുമായി ഈ അധ്യാപകനെ ഒരു തരത്തിലും തിരികെ കാലുകുത്തിക്കില്ല എന്ന ഉറച്ച പ്രഖ്യാപനത്തോടു കൂടി ഈ അധ്യാപകനെ പിരിച്ചുവിടണമെന്ന ആവശ്യം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് KSU ഉൾപ്പെടെ മുന്നോട്ട് പോയപ്പോഴാണ് ഈ വിദ്യാർത്ഥികൾ, നിതിൻ രാജിന്റെ സഹപാഠികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കൂടുതൽ പ്രതികരണങ്ങൾക്ക് പോലും ധൈര്യപൂർവ്വം കടന്നു വന്നത്. ആ പ്രവർത്തനം തന്നെയാണ് ആവശ്യം. ക്യാമ്പസുകളിൽ ഈ പറഞ്ഞ ഈ ഇത്തരം അധിക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ, മാനസിക പ്രയാസങ്ങൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉണ്ടാകുമ്പോൾ അത് പറയാൻ സധൈര്യം അതിനുവേണ്ടി ആ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്ന രീതിയിലേക്കുള്ള സംഘടനാ സംവിധാനവും രാഷ്ട്രീയ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കുള്ള അവസരം കൂടി ഒരുക്കണം എന്ന് തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ, സംഘടനയുടെ ഭാഗമായതിന്റെ പേരിൽ വഴിവെളിച്ചു പോകുമെന്നൊരു തെറ്റായ ഒരു പൊതുബോധം നേരത്തെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ മാറി വരുന്നുണ്ട്. കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ, കോളേജ് അധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിൽ സൂക്ഷിച്ചാൽ അവർക്ക് തന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ ഒരു രക്ഷയുണ്ടാകുന്നത്. ഇത്തരം നിതിൻ രാജുമാർ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തെ ഒഴിവാക്കുക എന്നതിന് മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് ഒരു പ്രശ്നം വന്നാൽ അത് ഏത് വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ കൂടെ ഉണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കുന്നതിനെങ്കിലും അത് ഉപകരിക്കും. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനത്തെ പാടെ തള്ളിക്കളയുന്ന സമീപനവും ശരിയല്ല എന്ന അഭിപ്രായം കൂടി അവസരത്തിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, തീർച്ചയായിട്ടും റോണി മിസ്, ഞാൻ അങ്ങയോട് ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. ഇനിയൊരു നിതിൻ രാജ് നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകരുത് എന്ന് ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ട് എന്നൊരു സൈക്കോളജി നിലയിൽ പറയുകയാണെങ്കിൽ എന്താണ് അങ്ങേ പറയുക? അതായത് വിദ്യാർത്ഥികൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാനസികമായിട്ട് അവർ വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഇപ്പോ പല കോളേജുകളിലും ഇന്ന് കൗൺസിലിംഗ് സർവീസസ് അവൈലബിൾ ആണ്. അത്തരത്തില് കുട്ടികൾക്ക് ഒത്തിരി ഈ ഒരു പ്രായം എന്ന് പറയുന്നത് പല മാനസിക പ്രശ്നങ്ങളും വരാൻ സാധ്യതയുള്ള ഒരു പ്രായമാണ്, ഈ ഒരു വളർന്നു വരുന്ന പ്രായം. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും ശരിയായിട്ടുള്ള കൗൺസിലിംഗ് സർവീസുകൾ അവൈലബിൾ ആക്കുക എന്നതാണ് മാനേജ്മെന്റിന് ചെയ്യാവുന്ന ഒരു കാര്യം. അതുപോലെ
തന്നെ വിദ്യാർത്ഥികളെ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ വരുമ്പോൾ അതിനെ നിസാരവൽക്കരിച്ച് തള്ളിക്കളയാതെ, ഇത്തരത്തിലൊരു അധ്യാപകൻ എന്നെ വഴക്ക് പറഞ്ഞു അല്ലെങ്കിൽ അപമാനിച്ചു എന്നൊരു കുട്ടി വന്ന് പറയുമ്പോൾ പലപ്പോഴും ഇതിന്റെ ഒരു സീരിയസ്നെസ് പലർക്കും കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ഈ കുട്ടീനെ അത് എത്രമാത്രം മാനസികമായി അലട്ടി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായത് ഈ ഒരു കുട്ടി ഒരു ആത്മഹത്യ ചെയ്തതിന് ശേഷമാണ്. അതിലോട്ട് എത്തുന്നതിന് മുന്നേ ആരെങ്കിലും ഇത് ഒഴിവാക്കാൻ ഒരു സ്റ്റെപ്പ് വെച്ചിരുന്നെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ഒരു ആത്മഹത്യ തടയാമായിരുന്നു. അപ്പോൾ ഇവിടെ ചെയ്യാവുന്ന കാര്യം, കുട്ടികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറയുമ്പോൾ പലപ്പോഴും ഇതിനെ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയാതെ അതിന്റെ ആഴത്തിലോട്ട് ചെല്ലാനും ഇത് ആ കുട്ടിയെ എത്രമാത്രം മാനസികമായിട്ട് അലട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും അധ്യാപകരും മറ്റുള്ളവരും ശ്രമിക്കണം എന്നുള്ളതാണ് ഒരു പ്രധാന കാരണം. അതുപോലെ കുട്ടികളിലുള്ള കോപ്പിംഗ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർക്ക് പലപ്പോഴും അവയർനെസ് ക്ലാസ്സുകളും മറ്റും നൽകാനായിട്ടും ശ്രദ്ധിക്കണം. അതായത് എങ്ങനെ പ്രശ്നങ്ങളെ നേരിടാം, അതുപോലെ തന്നെ ഇത്തരത്തിലൊരു ആത്മഹത്യ എന്നുള്ള ഒരു നീക്കത്തിലോട്ട് പോവാതെ എങ്ങനെ പ്രതികരിക്കാം, ശരിയായ രീതിയിൽ പ്രതികരിക്കാം, അവരുടെ മാനസിക ബുദ്ധിമുട്ടുകൾ എങ്ങനെ മനസ്സിലാക്കാം. ഇതൊരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മള് ചില വാർണിംഗ് സൈനുകളുണ്ട് ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് ഒരു വ്യക്തി പോകുന്നതിന് മുൻപ്. എപ്പോഴും ചിലപ്പോൾ സഹായത്തിന് വേണ്ടി ചോദിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ എല്ലാം നശിച്ച പോലെ സംസാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള വാർണിംഗ് സൈനുകൾ ഒരു വ്യക്തിയിൽ കാണുമ്പോൾ അതെല്ലാം ഒരു വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് മാതാപിതാക്കളും സമൂഹവും ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ആത്മഹത്യകൾ ഒഴിവാക്കാനായിട്ട് നമുക്ക് അതായത് അധ്യാപകരും മാതാപിതാക്കളും ഒരു വിദ്യാർത്ഥിയുടെ പ്രതിസന്ധി എന്താണോ, പ്രശ്നം എന്താണോ എന്നുള്ളത് ആഴത്തിലും പരപ്പിലും പരിശോധിക്കണം എന്ന് തന്നെയാണ് അങ്ങ് പറഞ്ഞത്. ശ്രീ ഷമ്മാസ്, അങ്ങിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഞാൻ വരികയാണ്. അതായത് ഇനിയൊരു നിതിൻ രാജ് നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാകരുത്, വിദ്യാർത്ഥി സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ത്? തീർച്ചയായും ഈ വിഷയത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായി നമുക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ വേണ്ടത് ഒരു അവബോധവും ഒരു ബോധവൽക്കരണവും തന്നെയാണ്. ഇത്തരം എന്ത് പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിലുള്ളത്, ഏതെങ്കിലും തരത്തിൽ ഈ പറഞ്ഞ അധ്യാപകരോ മറ്റ് അധിക്ഷേപങ്ങളോ ഉണ്ടാകുമ്പോൾ എല്ലാ തരത്തിലുള്ള നിയമ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇനി ഈ പറഞ്ഞ സാമ്പത്തികമായ ബുദ്ധി, കേരളം ഒന്നാകെ ഒരുമിച്ച് ചേർന്ന് എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നിസാരമായ വിഷയങ്ങളുടെ പുറത്ത്, സാമ്പത്തിക ബാധ്യത പുറത്ത് ഇത്തരം കെണികളിൽ, ലോൺ ആപ്പുകൾ പോലെയുള്ള കെണികളെ ആശ്രയിക്കുന്നതിന് പകരം അടിസ്ഥാനപരമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇത്തരം ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ വന്നാൽ അത് ഏത് രീതിയിൽ നിറവേറ്റപ്പെടണം, അതിന് ഭരണ സംവിധാനത്തിന്റെയും സിസ്റ്റത്തിന്റെയൊക്കെ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അത്തരം നിർദ്ദേശങ്ങൾ കൂടെ മുന്നോട്ട് വെച്ച് കൂടുതൽ വിദ്യാർത്ഥികൾ, അത് എത്ര ഉയർന്ന, ഇപ്പം ഇതിനെ സംബന്ധിച്ച് ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ നിലവാരമുള്ള വലിയ പക്വത കാണിക്കുന്ന ഇത്ര ആളുകൾ മാനസികമായി തകർന്നു പോയാൽ നമുക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. മാനസികമായ കരുത്ത് വിദ്യാർത്ഥികളിൽ, ഈ പറഞ്ഞ പുതുതലമുറയിൽ, ജൻസി തലമുറയിൽ അവരുടെ മാനസിക ആരോഗ്യം കൂടുതൽ വീണ്ടെടുക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങളും നയപരിപാടികളും ആവിഷ്കരിക്കണം. നിതിൻ രാജിന്റെ, നമ്മൾ എല്ലാ തവണയും രോഹിത് വെമുലയുടെ കാര്യത്തിലാണെങ്കിലും സിദ്ധാർത്ഥന്റെ വിഷയത്തിലും ഒക്കെ നമ്മൾ പറയുന്നത് പോലെ നിതിൻ രാജിന്റെ വിഷയം അത് അവസാനത്താവട്ടെ. ഇനിയൊരു ചർച്ചയ്ക്ക് ഇതുപോലൊരു വിഷയത്തിൽ ഇരിക്കാനുള്ള അവസരം, അങ്ങനെ ഒരു ഗതികേടിലേക്ക് നമ്മൾ പോവാതിരിക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആശിക്കാം, അതനുസരിച്ച് പ്രവർത്തിക്കാം. തീർച്ചയായിട്ടും. അതായത് ഇനിയൊരു നിതിൻ രാജ് ഉണ്ടാകാതിരിക്കട്ടെ. ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും നിറത്തിന്റെയും കാര്യങ്ങൾ എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു അധ്യാപകൻ തന്നെ വിദ്യാർത്ഥിയുടെ മാനസിക നിലയെ തെറ്റിക്കുക എന്ന് പറയുന്ന ഒരു പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല. ലോണാപ്പുകളുടെ കെണിയിൽ പോയി വീഴുന്ന ഇന്നത്തെ കൗമാരം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പണം എന്ന് പറയുന്നത് മാത്രമല്ല എല്ലാം, അവിടെ സൗഹൃദവും കുടുംബാന്തരീക്ഷവും കൂട്ടുകാരും എല്ലാം ഒന്നു ചേർന്ന് ഉള്ളതാണ് നമ്മളുടെ മാനസികാരോഗ്യ വളർച്ചയ്ക്കും ഏറ്റവും നല്ലത്. ഒരു നിതിൻ കൂടി ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പങ്കെടുത്ത പാനലിസ്റ്റുകൾക്ക് നന്ദി. വൈകുന്നേരം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.